ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇനിയും അയവില്ല. ടെഹ്റാനിൽ കൂടുതൽ ഇടത്ത് ഇസ്രയേലിന്റെ ആക്രമണം, ലെബനനിലും ആക്രമണം തുടരുകയാണ്. അതിനിടെ ഇറാൻ യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപിന് US സെനറ്റിന്റെ പിന്തുണ ലഭിച്ചു. അശ്വജിത് സി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. അശ്വജിത്ത്, UN സെനറ്റിൽ വലിയ പിന്തുണയാണല്ലോ ഡൊണാൾഡ് ട്രംപിന് ഉണ്ടാവുന്നത്. അതേസമയം തന്നെ സംഘർഷാവസ്ഥയ്ക്ക് അയവും വരുന്നില്ല. എന്താണ് ഏറ്റവും പുതിയ വാർത്തകൾ? മോത്തി, ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലേക്ക് വന്നാൽ 6ാം ദിവസവും സംഘർഷത്തിന് പൂർണ്ണമായ അയവില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ആക്രമണത്തിന്റെ തോത് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണ്. നിലവിൽ ഇസ്രായേലും ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും ഒടുവിലായി വന്ന അപ്ഡേറ്റ്സ് പ്രകാരം ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചില സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ സനാഞ്ച് നഗരത്തിൽ, ഇറാനിലെ സനാഞ്ച് നഗരത്തിലും ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായതായി വാർത്തകൾ പുറത്തു വരുന്നു. അപ്പം ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേലിന് നേരെ. അത് കൃത്യമായി പ്രതിരോധിക്കുന്നുവെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം മറ്റൊരു കാര്യം, ലെബനോനിലും കഴിഞ്ഞ 3-4 ദിവസമായി ലെബനോനിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇന്നും അത് തുടരുകയാണ്. അവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചു എന്ന വിവരവും പുറത്തു വരുന്നു. അങ്ങനെ ലെബനോനിലും സ്ഥിതി അശാന്തം തന്നെയാണ്. ആക്രമണം തുടരുക തന്നെയാണ്. ഇസ്രായേലും ഇറാനും ലെബനോനും ഒക്കെ തന്നെ കലുഷിതമായി തുടരുകയാണ്. ഇതാണ് ആ 3 രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ഈ രാജ്യങ്ങളുടെ ഒരു ആകെ തുകയായി പറയാവുന്നത്. സംഘർഷം അയവ് വന്നിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു ചെറിയ തോതിലെങ്കിലും കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മോത്തി ചോദിച്ച US സെനറ്റിലെ കാര്യത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസം തന്നെ ഈ ഡെമോക്രാറ്റ്സ് കൃത്യമായൊരു ഈ യുദ്ധത്തിനെതിരെ ഇറാനെ ആക്രമിക്കുന്നതിനെതിരായ ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു. ആ പ്രമേയമാണ് ഇപ്പോൾ US സെനറ്റിൽ വോട്ടിനിട്ട് തള്ളിയിരിക്കുന്നത്. ആ പ്രമേയം പരിപൂർണമായി ട്രംപിനെതിരായിരുന്നു. എന്നാൽ സെനറ്റിൽ സ്വാഭാവികമായി ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻസിനാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് അത് തള്ളുമെന്ന് ഉറപ്പായിരുന്നു. സ്വാഭാവികമായും ട്രംപിനെ ആ സെനറ്റിൽ പിന്തുണ ലഭിക്കുമെന്നും ഉറപ്പായിരുന്നു. പക്ഷേ എങ്കിൽ പോലും പ്രതിഷേധം കൃത്യമായി തന്നെ സെനറ്റിലെ പ്രതിപക്ഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇറാനെതിരെ ഈ സൈനിക നടപടി തുടരുന്നതിൽ. എപ്പോഴത്തേക്ക് ഈ സംഘർഷ അവസ്ഥകൾക്ക് ഒരു അയവ് വരുമായിരിക്കുമെന്ന് കരുതാം? നയതന്ത്ര ഇടപെടലുകൾ ഒരുപക്ഷെ നമ്മൾ കൃത്യമായി ഇതിനു മുമ്പൊക്കെ പ്രതീക്ഷിച്ചതാണ്. കാര്യമായൊരു ഇടപെടൽ ഉണ്ടാക്കി, സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ അത് അവസാനിപ്പിക്കുമെന്ന തരത്തിലൊരു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ രാജ്യാന്തര തലത്തിലുള്ള നയതന്ത്ര ഇടപെടലുകളും കാര്യമായി ഒരു തണുത്ത മട്ടിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അടിയന്തരമായി ഇടപെടൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷയെങ്കിലും ഒമാന്റെയൊക്കെ നേതൃത്വത്തിലുള്ള ചർച്ചകളൊക്കെ, മധ്യസ്ഥ ചർച്ചകളൊക്കെ ഉണ്ടാവുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുവെങ്കിൽ പോലും ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇറാനും അമേരിക്കയും കഴിഞ്ഞ ദിവസവും പറഞ്ഞത്, ഇറാൻ വ്യക്തമാക്കിയത് ഈ ചർച്ചകൾ എന്നുള്ളതല്ല, ഒരു അതിശക്തമായ തിരിച്ചടി എന്ന സ്വരത്തിലൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അമേരിക്കയും ഇപ്പോൾ ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പരിപൂർണമായൊരു പരിഹാരം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ശ്രീലങ്കയ്ക്ക് സമീപമുണ്ടായ ആക്രമണം, അത് വലിയ തോതിലെങ്കിലും വലിയ ചലനം ഉണ്ടാവും. ഒരുപക്ഷെ ഇന്ത്യയുടെയൊക്കെ ഈ നിലപാട് ഏത് തരത്തിലായിരിക്കും ആ ആക്രമണത്തിൽ എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ലോകം.